നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടംപുളി ചേർത്ത് തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മീൻ കറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് മീൻ കറിയിലേക്ക് ആവശ്യമായ ഒരു സ്പെഷ്യൽ ഗ്രേവി തയ്യാറാക്കിയെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഇതുപോലെ ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ട് ഇതിൽ നിന്നും 1 ടീസ്പൂൺ മാറ്റി വെച്ച് ബാക്കി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നന്നായി വഴട്ടി ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയുള്ളിയാണ്. 15 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി നമുക്ക് ഒട്ടും തന്നെ പച്ചച്ചുവി ഇല്ലാത്ത രീതിയിലൊന്ന് വഴട്ടിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കി ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കളർ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത വലിയ പഴുത്തൊരു തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 2-3 മിനിറ്റ് കൈയെടുക്കാതെ തന്നെ ഇളക്കി തക്കാളി ഒട്ടും തന്നെ പച്ചച്ചുവയില്ലാത്ത രീതിയിൽ നന്നായി സോഫ്റ്റായി വെന്തുടഞ്ഞ് കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കണം. തക്കാളി ഇതുപോലെ വെന്തുടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാതിന് ശേഷം ഒരു പിഞ്ച് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴട്ടി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി കളറെല്ലാം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയുടെ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ട് തക്കാളിയുടെയും ഉള്ളിയുടെയും പച്ചച്ചുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി സൈഡിൽ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരും വരെ മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ഏകദേശം 3 മിനിറ്റോളം ഒന്ന് വഴട്ടി പച്ചച്ചുവയെല്ലാം മാറി സൈഡിൽ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. 3 ചെറിയ കഷ്ണം കുടംപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുളിയും വെള്ളവും നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ചൂരമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള മീൻ ചേർത്ത് ഈ കറി തയ്യാറാക്കുകയാണെങ്കിൽ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന മീൻ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. 6-7 മിനിറ്റ് കൂടുമ്പോൾ മൂടിയൊന്ന് തുറന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് കറക്കിയെടുക്കാം. പുളി നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ 1-2 കഷ്ണം മാറ്റി വെക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീനെല്ലാം പാകത്തിനൊന്ന് വെന്ത് കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. തവിട്ടിളക്കി മീൻ പൊടിഞ്ഞു പോവാതെ എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചട്ടി ഇതുപോലെ ഒന്ന് കയ്യിലെടുത്ത് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കണമെന്ന നിർബന്ധമില്ല. എന്നാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന ഒരു വഴട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴട്ടി ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർത്താൽ ഉടനെ തവിയിട്ടിളക്കി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു വട്ടം കൂടി ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് കറക്കി ഇതുപോലെ തന്നെ മൂടി വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞ് കറി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മീൻ കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതിയാവും. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്